നാൾ, വെറും 3 ദിവസമേ ആയിട്ടുള്ളൂ UDF സർക്കാർ അധികാരത്തിലേറിയിട്ട്. അപ്പോഴേക്കും തുടങ്ങിക്കഴിഞ്ഞു പോലീസിന്റെ നരനായാട്ട്. ജനകീയ സമരങ്ങളെ എന്നും പോലീസ് മർദ്ദനമുറകളിലൂടെ അടിച്ചമർത്താനാണ് UDF സർക്കാരുകൾ ശ്രമിച്ചിട്ടുള്ളത്. അതാണ് ചരിത്രം. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് മണ്ഡലത്തിലെ പാരിയത്തുകാവ് ഉന്നതിയിൽ നടന്ന പ്രതിഷേധത്തിന് നേരെ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശത്തോടെ നടത്തിയ പോലീസ് തേർവാഴ്ച ഓർമ്മിപ്പിക്കുന്നതും UDFന്റെ കിരാത ഭരണത്തെയാണ്. അവകാശങ്ങൾക്കായി ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ഭരണകൂടം അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നതിന് ചരിത്രം പരിശോധിച്ചാൽ മതി. പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ അവിടെ വ്യക്തമാണ്. സമരങ്ങൾക്കെതിരെ കടുത്ത പോലീസ് നടപടികളും ക്രൂരമായ ബലപ്രയോഗങ്ങളും നടന്നിട്ടുള്ളത് UDF ഭരണകാലത്താണ്. തങ്കമണി സംഭവവും മുത്തങ്ങ സമരവും കള്ളിക്കാട് മിച്ചഭൂമി സമരവുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. 1986 ഇടുക്കി ജില്ലയിലെ തങ്കമണിയിൽ ഒരു സ്വകാര്യ ബസ് സർവീസുമായി ബന്ധപ്പെട്ട തർക്കമാണ് പിന്നീട് കേരള ചരിത്രത്തിലെ പോലീസ് അടിച്ചമർത്തലുകളിൽ ഏറ്റവും ക്രൂരമായ ഒന്നായി മാറിയത്. അക്കാലത്ത് ഇടുക്കിയിലെ കട്ടപ്പന തങ്കമണി റൂട്ടിൽ റോഡുകൾ മോശം അവസ്ഥയിലായിരുന്നതിനാൽ തങ്കമണി എന്ന മലയോര ഗ്രാമത്തിലേക്ക് സർവീസ് നടത്താൻ അനുമതിയുള്ള പല സ്വകാര്യ ബസ്സുകളും തങ്കമണിക്ക് 2 കിലോമീറ്റർ മുൻപുള്ള പാറമട എന്ന സ്ഥലത്ത് സർവീസ് അവസാനിപ്പിക്കുമായിരുന്നു. എന്നാൽ യാത്രക്കാരിൽ നിന്ന് തങ്കമണി വരെയുള്ള പണവും ഇവർ ഈടാക്കിയിരുന്നു. ഇതിൽ അമർഷം കൊണ്ട വിദ്യാർത്ഥികൾ 1986 ഒക്ടോബർ 21 എലൈറ്റ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരോട് തങ്കമണി വരെ കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട് പ്രശ്നമുണ്ടാക്കി. വാക്കുതർക്കത്തിൽ കണ്ടക്ടർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു പുറത്താക്കി. സംഭവമറിഞ്ഞ ജനങ്ങൾ ബസ് പിടിച്ചെടുത്ത് തങ്കമണിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്ന് പോലീസും ജനങ്ങളും തമ്മിൽ വാക്കുതർക്കത്തിന് കാരണമായി. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തങ്കമണി ഗ്രാമത്തിലേക്ക് ഇരച്ചുകയറിയ പോലീസ് സമരക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയും വീടുകൾ തോറും കയറി സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുകയും ചെയ്തു. 2003 ഫെബ്രുവരി 19 കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ദിനം. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് പിറന്ന മണ്ണിൽ ജീവിക്കാനായി ഭൂമി ചോദിച്ച വയനാട് മുത്തങ്ങയിലെ ആദിവാസികളെ നേരിടാനായി വലിയ സന്നാഹങ്ങളുമായി പോലീസ് പാഞ്ഞെടുത്തത്. കീഴടങ്ങണമെന്ന പോലീസ് നിർദ്ദേശത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിരോധിച്ച സമരക്കാർക്കു നേരെ പോലീസ് ഗ്രനേഡുകൾ എറിയുകയും അവരുടെ കുടിലുകൾ കത്തിക്കുകയും ചെയ്തു. ആദിവാസികളെ ഒഴിപ്പിക്കാൻ പോലീസ് നടത്തിയ വെടിവയ്പിൽ ഒരു ആദിവാസി യുവാവും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അന്ന് കൊല്ലപ്പെട്ടു. ആദിവാസി സ്ത്രീകളെയും ഗർഭിണികളെയും അടക്കം അന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള UDF സർക്കാരിന്റെ ക്രൂരതയുടെ ഒരു അധ്യായം മാത്രമാണ് മുത്തങ്ങയിലെ സമരം. 1970 ജൂലൈ 27 നടന്ന കള്ളിക്കാട് മിച്ചഭൂമി സമരമാണ് മറ്റൊന്ന്. കേരളത്തിൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായി നടന്ന കുടികിടപ്പ് അവകാശ സമരങ്ങളിലൊന്നാണ് കള്ളിക്കാട് സമരം. കർഷക തൊഴിലാളികൾക്ക് ഭൂമിയിൽ അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കർഷക തൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിൽ നടന്ന ശക്തമായ ഒരു ജനകീയ പ്രക്ഷോഭമായിരുന്നു ഇത്. ഭൂമി വളച്ചുകെട്ടിയ ശേഷം ചെങ്കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നതിനിടെയാണ് സമരക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർത്തത്. സഖാക്കളായ നീലകണ്ഠനും ഭാർഗവിയും അന്ന് രക്തസാക്ഷിത്വം വരിച്ചു. 2003 ഒക്ടോബറിൽ കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കിള്ളിയിൽ പോലീസ് റെയ്ഡുമായി ബന്ധപ്പെട്ട് നാട്ടുകാരെ മർദ്ദിച്ചത് മറ്റൊരു സംഭവം. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പോലീസ് ക്രൂരതകൾ അരങ്ങേറിയത് എന്നും UDF ഭരണകാലത്താണ്. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കെതിരെയും ഇതേ സമീപനമാണ് UDF സ്വീകരിച്ചു പോന്നിരുന്നത്. കേരളത്തിലെ സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകൾക്ക് വ്യാപകമായി അനുമതി നൽകിയിരുന്ന കാലത്ത് മെറിറ്റും സംവരണവും അട്ടിമറിച്ചുകൊണ്ട് വൻതുക കോഴ വാങ്ങി സീറ്റ് വിൽക്കുന്നതിനെതിരെ SFI വലിയ സമരങ്ങൾ നടത്തിയിരുന്നു. പോലീസ് അടിച്ചമർത്തലിൽ DYFI പ്രവർത്തകന്റെ ജനനേന്ദ്രിയം തകർത്ത സംഭവമടക്കം അന്ന് നടന്ന വിദ്യാർത്ഥി മാർച്ചുകൾക്ക് നേരെ പോലീസ് അഴിച്ചുവിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു. സർവകലാശാലകളുടെ ജനാധിപത്യപരമായ സ്വയംഭരണാവകാശം തകർക്കാനും ഭരണകക്ഷി അനുകൂലികളെ തിരുകി കയറ്റാനുമുള്ള UDF ശ്രമങ്ങൾക്കെതിരെ നടന്ന ക്യാമ്പസ് സമരങ്ങളെയും പോലീസ് ശക്തി ഉപയോഗിച്ചാണ് നേരിട്ടത്. ജനകീയ സമരങ്ങളോട് ജനാധിപത്യപരവും അനുഭാവപൂർവവുമായ സമീപനമാണ് LDF സർക്കാർ സ്വീകരിച്ചിരുന്നത്. വിദ്യാർത്ഥികളെ സമരവീഥിയിലൂടെ വലിച്ചിഴയ്ക്കുന്ന UDF നയത്തിന് വിപരീതമായി ചർച്ചകളിലൂടെ പരിഹാരം കാണാനാണ് കഴിഞ്ഞ 10 വർഷവും ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം സമരങ്ങളുടേത് കൂടിയാണ്. ജനകീയ സമരങ്ങൾ ഇനിയും ഉണ്ടാകും. എന്നാൽ ഇനിയും എത്ര നാൾ UDF ഇവയെ ലാത്തി കൊണ്ട് മാത്രം നേരിടും?